ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഓർ ഗുഡ് നൈറ്റ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോഴായിട്ട് അങ്ങോട്ട് കൂട്ടിക്കോ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്. അപ്പോഴേ ഞാനൊരു കുട്ടി കഥ പറയാനായിട്ട് വന്നതാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മളെല്ലാവരും ഡെയിലി ഒത്തിരി യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്. ഫുഡ് വീഡിയോസ് ആയിക്കോട്ടെ, ഫാമിലി വീഡിയോസ് ആയിക്കോട്ടെ, ട്രാവൽ വീഡിയോസ്, ഗാഡ്ജറ്റ്സ് വീഡിയോസ്, ടെക്, കോമഡി, എൻ്റർടൈൻമെൻറ്റ്, ഫോട്ടോഗ്രാഫി, ഇതുപോലെയുള്ള 100 കണക്കിന് വീഡിയോസാണ് ഡെയിലി യൂട്യൂബിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുതിയ വീഡിയോസ് വന്നിട്ടുണ്ടാവും, അത് നമ്മൾ കാണും. നാളെ വേറെ കുറേ പുതിയ വീഡിയോസ് വന്നിട്ടുണ്ടാവും, അത് നമ്മൾ ഇരുന്ന് കാണും. ഇതൊരു ഇൻഫിനിറ്റ് സൈക്കിളാണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രത്തോളം വീഡിയോ ക്രിയേറ്റേഴ്സ് ഉള്ള നമ്മുടെ നാട്ടിൽ ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ് അറ്റൻഷൻ. എനിക്കെന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കാൻ തീരെ താല്പര്യമില്ല. നോർമലായിട്ട് ഷൂട്ട് ചെയ്യുക, സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യുക, ഇറ്റ്സ് മോർ ഓഫ് എല്ലാവരും ചെയ്യുന്ന സെയിം പരിപാടി തന്നെയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് ഡെയിലി ചിലപ്പോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും, ആൻഡ് കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും, ആൻഡ് ഇൻഫാക്ട് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഞാൻ അത് ചെയ്യൂല. ദ തിങ് ഈസ്, ഞാനൊരു പെർഫെക്ഷനലിസ്റ്റാണ്. ഇപ്പോൾ ഒരു സംഭവത്തിൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചോ, ഐ വോണ്ട് ഈവൻ ട്രൈ ടു ഡു ദാറ്റ് തിങ്. യെസ്, ദ ബെസ്റ്റ് ഓർ നത്തിങ്. ഞാൻ എപ്പോഴും ഹാപ്പിനെസ്സിനാണ് കൂടുതൽ വില കൊടുക്കുക. ഞാനൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പം എൻ്റെ മൈൻഡിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ, നിങ്ങൾക്ക് അത് ബെനിഫിറ്റഡ് ആണോ, നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് വേണ്ടാവുന്ന വണ്ണത്തിലുള്ള ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടുമോ, അത് മാത്രം നമ്മൾ ആദ്യം നോക്കുക. ആൻഡ് ആ വീഡിയോന്ന് കിട്ടുന്ന വരുമാനം, റവന്യൂ, ആൻഡ് വീഡിയോന്ന് കിട്ടുന്ന ലൈക്സ്, ആ വീഡിയോന്ന് കിട്ടുന്ന വ്യൂസ്, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, അതൊക്കെ സെക്കൻഡറി ആണ്. ഓക്കെ. ആൻഡ് എൻ്റെ എക്സ്പ്രഷനും എൻ്റെ ഫീലിങ്സും എൻ്റെ തോട്ട്സും നിങ്ങളുടെ കയ്യിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം മാത്രമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ ഫോർ എ യൂട്യൂബ് വീഡിയോ ഞാൻ എൻ്റെ അത്രയും ബെസ്റ്റ് കൊടുത്തിട്ട് ഓരോ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാറുള്ളൂ. ആൻഡ് അതിനൊരു റീസണും ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും യൂട്യൂബിനകത്തുനിന്ന് ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ എൻ്റെ പേരോ അതിനകത്ത് ഞാനോ ഇല്ലാതെ തന്നെ എൻ്റെ എഡിറ്റിംഗ് സ്റ്റൈലും എൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനും ആ വീഡിയോൻ്റെ ഒരു ക്വാളിറ്റിയും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റണം അത് SMMatesൻ്റെ വീഡിയോ ആണെന്ന്. അതാണ് എൻ്റെ വിജയം. സോ ഞാൻ എങ്ങനെ യൂട്യൂബിനകത്തൊരു വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് പറയണതിന് നമുക്കൊരു എക്സാമ്പിൾ ഇട്ടിട്ട് വേണം പറയാൻ. അതായത് ഒരു വീഡിയോ കാണിച്ചു തന്നിട്ട് വേണം എനിക്കിത് ഈ വീഡിയോ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തരാനായിട്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു വീഡിയോ എടുക്കാം എക്സാമ്പിളായിട്ട്. അത് നമുക്ക് കഴിഞ്ഞതായിട്ട് ചെയ്തിട്ടുള്ള എപ്പിഡമിക് സൗണ്ടിൻ്റെ ഒരു കൊളാബറേഷൻ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ആ വീഡിയോ കുറേ പേർക്ക് ഇഷ്ടമായി, എൻ്റെ എഡിറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ടാണ് ആ വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്ത് വെച്ചത്. ഓക്കെ. അപ്പോൾ ആ വീഡിയോ എടുത്ത് നമുക്ക് എങ്ങനെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ആ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എങ്ങനെയാണ്, ഏറെക്കുറെ ആ വീഡിയോ പോലെ തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്ത് വരുന്നുണ്ടാവുക. ആ വീഡിയോസ് പോലെ തന്നെയാണ് എല്ലാം പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ടാവുക. ഓക്കെ. സോ ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് ആ വീഡിയോ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ മൊത്തം പ്രോസസ്സ് ഉണ്ടാക്കിയെടുക്കണമെന്ന്. ടു സ്റ്റാർട്ട് വിത്ത് എൻ്റെ ഒരു നോട്ട് പാഡ് ഉണ്ട്. ഓക്കെ. ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുള്ളൊരു നോട്ട് പാഡാണ്. അതിനകത്തെന്ന് പറയുന്നത് SMMatesൻ്റെ കുറേ കണ്ടൻസ് അല്ലാന്ന് വെച്ചാൽ ടോപ്പിക്സ് അതിനകത്ത് ഞാൻ എപ്പോഴും സേവ് ചെയ്ത് വെക്കും. ഞാൻ പുറത്ത് പോകുകയാണെങ്കിലോ ഞാൻ വീട്ടിനകത്ത് ഇരിക്കണമെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ടോപ്പിക് കിട്ടണമെങ്കിൽ മോനെ ഇത് യൂട്യൂബ് വീഡിയോ ആക്കിയാൽ കൊള്ളാം എന്ന് തോന്നും. അപ്പം ആ സാധനം ഞാൻ ഡയറക്റ്റ് അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ. സോ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പം 50-ൽ കൂടുതൽ അറൗണ്ട് ഒരു 67 ടോപ്പിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, SMMates ഒരിക്കലും കണ്ടന്റ് ക്ഷാമം നേരിടില്ല. അത്രത്തോളം ടോപ്പിക്സാണ് കയ്യിലുള്ളത്. സമയമില്ല അതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നു തുടക്കം മുതൽ അവസാനം വരെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന് വെച്ചിട്ട് നമുക്ക് 4 പാർട്ടാക്കി അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ആണ്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ടോപ്പിക് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓക്കെ. ആ വീഡിയോ എങ്ങനെ ഇരിക്കണമെന്ന് അത് എഴുതണ തന്നെയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. യെസ്. ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും നിങ്ങൾ കണ്ട എൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോയും ഞാൻ എഴുതി വെച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോസാണ്. അതായത് എഴുതി സ്ക്രിപ്റ്റ് ഞാൻ തലയാട്ടുന്നത് പോലും സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ഓൾറെഡി ഞാൻ നോട്ട് ചെയ്ത് വെച്ച പോലെ ഞാൻ സംസാരിക്കുക. ഓക്കെ. ബിക്കോസ് എനിക്ക് ഓൾറെഡി ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് സ്ക്രിപ്റ്റഡ് അല്ല. ഞാൻ മിക്ക എല്ലാ വീഡിയോസും ഒരു 80-90% വീഡിയോസും സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി സംവെയർ എഴുതി വെച്ചതായിരിക്കും. ഞാൻ ഒന്നിലേക്ക് നോക്കി കാണാപ്പാടം പഠിച്ച് പറയുന്നതായിരിക്കും. ആൻഡ് ഡെവലപ്പ് ആവും തോറും നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ഇപ്പോഴും ഞാൻ സ്ക്രിപ്റ്റ് കുറേ വീഡിയോസിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. എപ്പിഡമിക് സൗണ്ടിൻ്റെ എല്ലാം ആ വീഡിയോ ടോട്ടലായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് പോലെ തന്നെ വായിച്ച് പറഞ്ഞ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിങ്ങിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ സ്ക്രിപ്റ്റിംഗ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് തംബ്നെയിൽ. അപ്പം സെക്കൻഡ് തംബ്നെയിലാണ് നമ്മൾ തുടങ്ങുക, അതായത് ഞാൻ തുടങ്ങുക. ഓക്കെ. ആദ്യം തംബ്നെയിലും ടൈറ്റിലും ചൂസ് ചെയ്ത ശേഷമേ ഞാൻ സ്ക്രിപ്റ്റിങ്ങിലേക്ക് പോകുള്ളൂ. ബിക്കോസ് ഒരു മനുഷ്യൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോനകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കിയിട്ടല്ല, ആ തംബ്നെയിൽ അവൻ ഇമ്പ്രസ് ആവണം. ആ തംബ്നെയിൽ കണ്ടിട്ടാണ് ഓരോ ആൾക്കാരും ആ വീഡിയോ തുറക്കണത്, അല്ലേ? അപ്പോൾ തംബ്നെയിൽ നമ്മൾ മെയിനാക്കി ഉണ്ടാക്കിയാലേ നമ്മുടെ ഉള്ളിലുള്ള കണ്ടൻറ്റ് വാലിഡ് ആണോ, ആൾക്കാർ
ആൾക്കാർ കാണുമെന്ന്. ഉള്ളിലുള്ള കണ്ടൻറ്റൊക്കെ ശരിക്കും സെക്കൻഡറിയാണ്. വീഡിയോ ഓപ്പൺ ആക്കണമെങ്കിൽ തംബ്നെയിൽ മുഖ്യം പികിലേ. അപ്പോൾ അതുകൊണ്ട് തംബ്നെയിൽ ഞാൻ ഒരു ദിവസത്തോളം സമയം ഞാൻ അതിന് സ്പെൻഡ് ചെയ്യും. തംബ്നെയിൽ ഞാൻ വരച്ച് ഉണ്ടാക്കിയിട്ട് ഇതാണ് ബെസ്റ്റ് തംബ്നെയിൽ, കുറേ തംബ്നെയിൽ വരച്ചിട്ട് ഒന്ന് ഞാൻ ചൂസ് ചെയ്യും, ഓക്കെ ബെസ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ ടൈറ്റിലും ഞാൻ കുറേ ടൈറ്റിൽ ചെയ്ത് വെക്കും. എന്നിട്ട് എനിക്ക് തോന്നുകയാണ് ആൾക്കാർ ഇതിലെ തൊടുള്ളൂ, ഈ ടൈറ്റിൽ വായിച്ചാൽ ആൾക്കാർ ഇമ്പ്രസ് ആവുള്ളൂ എന്നുള്ള ടൈറ്റിൽ ഞാൻ ഓൾറെഡി ചൂസ് ചെയ്ത് വെക്കും. ഓക്കെ, സോ തംബ്നെയിലും ടൈറ്റിലും ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ടൈറ്റിൽ വെണ്ടക്ക അക്ഷരത്തിൽ എൻ്റെ സ്ക്രിപ്റ്റ് ബുക്ക് ഉണ്ട്, അതായത് സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കുന്ന ബുക്കിനെയാണ് സ്ക്രിപ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇതുപോലത്തെ കുറേ സ്ക്രിപ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 4 വർഷം യൂട്യൂബിനകത്ത് ഇപ്പം നിൽക്കുന്നത്. ആൻഡ് 4 വർഷവും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇനി യൂസ് ചെയ്യാൻ പോകുന്ന സ്ക്രിപ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച വീഡിയോസും ഇപ്പം ഉണ്ട്, ഷൂട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ കഥകളാണ്, യൂട്യൂബറിൻ്റെ ജീവിതം അങ്ങനെയാണ്. അപ്പം സ്ക്രിപ്റ്റ് ബുക്കിനകത്ത് വെണ്ടക്ക അക്ഷരത്തിൽ നമ്മുടെ ടൈറ്റിൽ മോഡൽ ചെയ്ത് വെക്കും. ഓക്കെ, ആൻഡ് അതിൻ്റെ താഴെ വരുന്നതായിരിക്കും സ്ക്രിപ്റ്റ്. നിങ്ങൾ എൻ്റെ വീഡിയോ സൂക്ഷിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോൻ്റെ ഇൻട്രോ വരെ ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ കഥനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. അതുവരെ എൻ്റെ കണ്ടൻറ്റ് ഞാൻ പുറത്ത് വിടില്ല. ഇൻട്രോന് ശേഷമാണ് നമ്മൾ കണ്ടൻറ്റിലേക്ക് കിടക്കുക. ഓക്കെ, അതുവരെ എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ അവിടെ എത്തി, ഇതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യൂസ് എന്താണ് അങ്ങനെ ഞാൻ പറയാം. അപ്പോൾ എപ്പിഡമിക് സൗണ്ടിൻ്റെ ആ ഒരു വീഡിയോനകത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എപ്പിഡമിക് സൗണ്ട് എന്തിനാണ് എപ്പിഡമിക് സൗണ്ട് ചൂസ് ചെയ്ത്, അതാണ് ആദ്യം മുതൽ പറയുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ളൊരു ഓഡിയോ കിട്ടണില്ല. ആ ഓഡിയോന് വേണ്ടിയിട്ടാണ് ഞാൻ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇൻട്രോ വരെ പറഞ്ഞ് ഇൻട്രോന് ശേഷം എപ്പിഡമിക് സൗണ്ടിലേക്ക് എത്തി. സോ എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് എല്ലാത്തിലും നമ്മൾ ബിൽഡ് ചെയ്ത് വരും, സ്റ്റോറി ബിൽഡ് ചെയ്ത് വന്ന് സ്റ്റോറിയിലേക്ക് എത്തിക്കും ഇൻട്രോന് ശേഷം. സോ ആ ബിൽഡിംഗ് ആണ് നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ ആ ബിൽഡിംഗ് അടിപൊളിയായിരിക്കണം. ഓക്കെ, അപ്പം അസ്ഥിവാരമാണ് ഫസ്റ്റത്തെ ഒരു 1.5 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ അസ്ഥിവാരം ബെറ്ററാക്കി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിങ് അടിപൊളിയായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പം ഞാൻ ഓരോ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും ഓരോ കഥ, അതായത് ഇന്നവിടെ എഫക്ട്സ് കൊടുക്കണം, ഇന്നവിടെ ട്രാൻസിഷൻ കൊടുക്കണം, ഇന്നവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണം മുകളിനകത്ത്, ഇന്നവിടെ സ്റ്റോക്ക് വീഡിയോ, ഇന്നവിടെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ, ഇന്നവിടെ എൻ്റെ ആക്ടിങ് കാര്യങ്ങൾ വരണം, ഇന്നവിടെ ഞാൻ കൈ പൊക്കണം, ഇന്നവിടെ കൈ താത്തണം, എല്ലാം അതിനകത്ത് തന്നെ എഴുതി വെക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ചിലതിൽ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടാകും, ചിലതിൽ പകുതി സ്ക്രിപ്റ്റ് ഉണ്ടാവുള്ളൂ, ബാക്കി കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയും. ഓക്കെ, അതാണ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞെന്ന് വെച്ചാൽ വീഡിയോ ഷൂട്ടിംഗ് ആണ് ഇതുപോലെ. അപ്പം സ്റ്റുഡിയോയിൽ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഷൂട്ടിംഗ് തുടങ്ങുമ്പം ഞാൻ മോസ്റ്റ്ലി ഒരു 3-4 സെൻറ്റൻസ് കാണാപ്പാടം പഠിച്ചിട്ട് അത് പറയും, പിന്നെ വീണ്ടും സ്ക്രിപ്റ്റ് ബുക്ക് നോക്കും, എന്നിട്ട് വീണ്ടും സംസാരിക്കും. അങ്ങനെയായിരുന്നു. ഓക്കെ, ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ പ്രോ അല്ലേ, അതിന് സ്ക്രിപ്റ്റ് ബുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കണം. ലൈവായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ബുക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നടക്കുന്നത് ഗായ്സ് അവിടെ പട്ടി ഓടുന്നു, ഇവിടെ ഇത് ചാടുന്നു, ഇവിടെ മലയാണ്, അവിടെ കുന്നാണ്, അതൊക്കെ പറയായിരുന്നു. പക്ഷേ നമ്മൾ പഠിപ്പിക്കുകയാണ് ഓരോ കാര്യം. സോ അതിപ്പോൾ ടീച്ചർമാരാണെങ്കിലും ബുക്ക് നോക്കിയിട്ട് പഠിപ്പിക്കുക കുറേ പേര്. സോ അപ്പം അതുകൊണ്ടാണ് സ്ക്രിപ്റ്റ് ബുക്കിൻ്റെ ഒരു ആവശ്യം എനിക്ക് വേണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. സോ കമ്മിങ് ബാക്ക് ടു വേർ വി സ്റ്റാർട്ടഡ്, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചോ. അപ്പം വീഡിയോ ഓണാക്കി ഞാൻ മൈക്ക് ഫോണിന് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഫോണിലാണ് ഞാൻ മൈക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഓഡിയോ വേറെ റെക്കോർഡിംഗ് ആണ്, വീഡിയോയിലുള്ള ഓഡിയോ ഞാൻ എടുക്കാറില്ല. ഓക്കെ, ഈ ഓഡിയോ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഓൾ ഗുഡ്. ആൻഡ് ക്യാമറ ഞാൻ സ്ട്രൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എപ്പോഴും. ആൻഡ് പല ആംഗിളും നമ്മൾ ഷൂട്ട് ചെയ്യുക, കാരണം നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമുക്ക് 360 ഷൂട്ട് ചെയ്യാൻ പറ്റും. ഏത് ആംഗിളും നമുക്ക് വെച്ചാലും കുഴപ്പമില്ലാത്തൊരു ഫ്രെയിം കിട്ടും. ഞാൻ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ, 360 ഒന്നും പായിട്ടില്ല, ഒരു 180 വരെ നമുക്ക് കറക്കാം, വന്നാലും കുഴപ്പമില്ലാത്ത ആംഗിൾ കിട്ടും. ചില ഫ്രെയിമിൽ ഞാൻ ഇവിടെ നിന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കും, ചിലതിലിങ്ങനെ ദാറ്റ് ഡിപ്പെൻസ്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കുകയാണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇല്ലയെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഇല്ലാതെ കയ്യിൽ നിന്നിട്ടിട്ട് പറയും. അറൗണ്ട് ഒരു 10 മിനിറ്റ് വീഡിയോ ഞാനൊരു 1 മണിക്കൂർ ഷൂട്ട് ചെയ്യും. ബിക്കോസ് ഇടയിൽ കുറേ തെറ്റും. അപ്പം തെറ്റുമ്പോൾ കട്ട് ചെയ്ത് വീണ്ടും ഫസ്റ്റ് മുതൽ ഞാൻ അങ്ങനെ പറഞ്ഞു വരും. സോ ഇറ്റ്സ് എ സ്ട്രഗിൾ. യൂട്യൂബേഴ്സിന് മാത്രം അറിയുന്ന ഒരു സ്ട്രഗിളാണ്. വീഡിയോ തെറ്റുമ്പം വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ ഇരുന്ന് പറയുന്ന ആ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ഇറ്റ്സ് ടു ഹാർഡ്. അപ്പം സോ ഫസ്റ്റ് നമ്മുടെ എ റോൾ ഷൂട്ട് ചെയ്യും. അതായത് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഇതാണ് എ റോൾ. അതായത് കണ്ടൻറ്റ് എന്താണെന്ന് ഞാൻ പറയും, അതാണ് എ റോൾ. സോ ഫുൾ കണ്ടൻറ്റ് ഞാൻ വീഡിയോ മൊത്തത്തിൽ സംസാരിച്ച് വീഡിയോ നോക്കി അല്ലെങ്കിൽ ക്യാമറ നോക്കി സംസാരിക്കുന്നതാണ് എ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എ റോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ നേരെ ബി റോളിലേക്ക് എത്തും. ബി റോൾ എന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻ എടുക്കുന്നത്, ഞാൻ അഭിനയിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിൽ കൂടെ അഭിനയിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഫോൺ നോക്കുന്നുണ്ടാവും, ഫോണിൻ്റെ സ്ക്രോൾ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും.
അതിനാണ് ബി റോൾ എന്ന് പറയുക. ഓക്കെ, അപ്പം എ റോൾ ഷൂട്ട് ചെയ്ത ശേഷം അടുത്ത് ഞാൻ ബി റോൾ ഷൂട്ട് ചെയ്യും. അപ്പം നമ്മുടെ 2 ടൈപ്പ് വീഡിയോസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, എ റോൾ ഉണ്ടാവും, ബി റോൾ ഉണ്ടാവും. സോ ഈ ഷൂട്ട് കഴിഞ്ഞെന്ന് വെച്ചാലാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് എത്തുക, എഡിറ്റിംഗ് ആണ് ഇതിലെ മെയിൻ എന്ന് പറയുന്നത്. കാരണം സ്ക്രിപ്റ്റ് ബുക്കിൽ എന്താണോ നമ്മളവിടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് എ റോൾ ആഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ബി റോൾ ആഡ് ചെയ്യേണ്ടത്, അങ്ങനെ പലതും ഞാൻ സ്ക്രിപ്റ്റിൽ വട്ടമിട്ട് ക്ലീൻ ആക്കി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇന്ന സെൻറ്റൻസിൽ ഇന്നത് തുടങ്ങുന്നതിന് മുമ്പ് എ റോൾ ആഡ് ചെയ്യണം, ഇന്നവിടെ ബി റോൾ ആഡ് ചെയ്യണം, ഇന്നവിടെ ടൈറ്റിൽ അനിമേഷൻ ആഡ് ചെയ്യണം, ഇന്നവിടെ ട്രാൻസിഷൻ വേണമെന്ന് ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എഡിറ്റിംഗ് ഭയങ്കര സിമ്പിളാണ്. എഡിറ്റിംഗ് ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് തലവായിക്കേണ്ട കാര്യമില്ല. സ്ക്രിപ്റ്റ് ബുക്ക് നോക്കുക, അതേപോലെ എഡിറ്റ് ചെയ്യുക. ഇന്നവിടെയാണ് ട്രാൻസിഷൻ, ഇന്നവിടെ. കാരണം നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആലോചിച്ചിട്ടാണ്, നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ആ വീഡിയോ ഉണ്ട്. ഞാൻ ഈ എടുക്കാൻ പോകുന്ന വീഡിയോ എൻ്റെ മൈൻഡിൽ ഓൾറെഡി എൻ്റെ പോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് യൂട്യൂബിനകത്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ എൻ്റെ മൈൻഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് മൈൻഡിൽ കണ്ടിട്ടാണ് ഞാൻ അവിടെ സ്ക്രിപ്റ്റ് ചെയ്തുക. ഇവിടെ ട്രാൻസിഷൻ വന്നാൽ അടിപൊളിയായിരിക്കും. അല്ലാതെ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നേരത്ത് എനിക്ക് അപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്രീ ഓഫ് മൈൻഡിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. പലരും എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കുക. അപ്പം അവർക്ക് തല പൊക്കന്നെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. നമുക്കതില്ല, ഓൾറെഡി സ്ക്രിപ്റ്റ് ബുക്കിലുണ്ട്, നോക്കുക, സെയിം ആയിട്ട് ഇപ്പുറത്ത് എഡിറ്റ് ചെയ്യാം. സിമ്പിൾ. സോ എഡിറ്റിംഗ് ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഇടയിൽ കുറച്ച് ഗ്രീൻ സ്ക്രീനും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മാസ്കിങ് കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാലും മൈൻഡ് കുഴപ്പിക്കേണ്ട കാര്യമില്ല, സമയം സ്പെൻഡ് ചെയ്താൽ മതി. ആൻഡ് ഫൈനലി പോസ്റ്റിംഗ്. എല്ലാവരുടെ വിചാരവും യൂട്യൂബിനകത്തുള്ള ക്രിയേറ്റേഴ്സ് എല്ലാം വീഡിയോ അപ്പം ഉണ്ടാക്കി അപ്പം പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഒരു വീഡിയോ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്ന് ഷൂട്ട് ചെയ്ത് ഇന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിലും ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ സ്കെഡ്യൂളിന് അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്കെഡ്യൂൾ ചെയ്ത് വെക്കും. 2-3 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ, ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ കാണാൻ പറ്റുള്ളൂ. അതെൻ്റെ ഇഷ്ടമാണ്. എനിക്ക് എത്ര ദിവസം വേണം സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് തിങ്കളാഴ്ച എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ബുധനാഴ്ചയ്ക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കും. നാളെയും മറ്റന്നാൾക്കാണ് വരിക ബുധനാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെയാണെന്ന് വെച്ചോ. ഓക്കെ, സോ ഇന്നും നാളെയും മറ്റന്നാളും ആ വീഡിയോൻ്റെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കും ഞാൻ. ബ്രോ, അതായത് യൂട്യൂബിൽ ഞാനത് ഒരു സ്റ്റോറി ഇടും, ബ്രോ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടൊരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്, പൊളിക്കണം നമുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നൊരു സ്റ്റോറി ഇടും. നാളെയും ഫുൾ 3 സ്റ്റോറി വെച്ചിടും. ഉച്ചയ്ക്ക് രാവിലെ വൈകുന്നേരം വെച്ചിട്ട് 3 സ്റ്റോറി ഇടും. ഗൈസ് നമുക്ക് വീഡിയോ നാളെ വരുന്നുണ്ട്, ടൈമറൊക്കെ ഓണാക്കി കൗണ്ട് ഓണൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക ഗൈസ്, നിങ്ങൾ ഒരു പരിപാടി എടുക്കാതിരിക്കണം, വീഡിയോ കാണണം എന്നൊക്കെ പറഞ്ഞ് നാളെയും മറ്റന്നാൾ സ്റ്റോറി ഇടും. ആൻഡ് മറ്റന്നാൾ വരുമ്പോഴത്തേനും ഫുള്ള് തംബ്നെയിൽ ഇടണു, ഫുൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യണു, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കകത്ത് ഷെയർ ചെയ്യണു, എല്ലാവരുടെയും ലിങ്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരുടെയും ഒന്നും ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കകത്തും വാട്സാപ്പിനകത്തൊക്കെ ഫുൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് വിടണം സംഭവം. ഓക്കെ, സോ ആ വീഡിയോ ഇറങ്ങണ്ടെന്നുള്ളൊരു ഹൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ 2 ദിവസം. ഓക്കെ, അപ്പോൾ കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാനും പറ്റും, കൂടുതൽ പേർക്ക് റീച്ച് എത്തിക്കാനും പറ്റും. ആൻഡ് നമ്മളെ മറന്നു പോകുന്ന അല്ലെങ്കിൽ മറന്നു പോകാൻ സമ്മതിക്കാത്ത രീതിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൾക്കാരെന്ന് പറഞ്ഞാൽ സിമ്പിൾ, ആൾക്കാർ ഇന്ന് നമ്മളെ കണ്ടാൽ നാളെ നമ്മളെ കണ്ടില്ലെങ്കിലും മറന്നു പോകും. വേറൊരാളിനെ കാണുമ്പോൾ അവരങ്ങനെ പോകും. അത് നോർമൽ ഹ്യൂമൻ ക്രിയേച്ചർ അങ്ങനെയാണ്, ഹ്യൂമൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. സോ അതുകൊണ്ട് നമ്മളെ മറക്കാൻ, മറ്റുള്ളവർ നമ്മളെ മറന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. സോ അതിനാണ് നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആൾക്കാരെ. ഓക്കെ, നമ്മൾ ഫുൾ മെയിൻ ആണെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുക. സോ അത് ചെയ്യാനാണ് ഈ പോസ്റ്റിംഗ് ടൈം കൂട്ടി വയ്ക്കുക. അതിൻ്റെ ഇടയിൽ കുറേ സ്റ്റോറി കുത്തി കയറ്റുക. സോറി, നിങ്ങൾക്കിപ്പോൾ വല്ല സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈക്ക് തട്ടിയിട്ടുണ്ടായിരുന്നു, സോറി ഫോർ ദാറ്റ്. അതിൻ്റെ ഇടയിൽ കുറേ സ്റ്റോറി കുത്തി കയറ്റുക, കുറേ പോസ്റ്റ് കുത്തി കയറ്റുക. നമ്മുടെ വീഡിയോ മെയിനാണ് ഗൈസ്, ഇത്ര വ്യൂസ് കിട്ടിയ പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻ എടുത്തിടുക. സോ അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയാണ് പോസ്റ്റ് ചെയ്യണ പരിപാടി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലീനായിട്ട് എങ്ങനെയാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? സോ നമ്മുടെ ഓരോ വീഡിയോനും ഇത്രത്തോളം എഫേർട്ട്, ഇതിപ്പോൾ ഞാൻ മാത്രമായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഒരു യൂട്യൂബ് ചിലപ്പം അത്രയും പെർഫെക്റ്റായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണം എന്ന് തോന്നുന്ന ഓരോ യൂട്യൂബേഴ്സും ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന യൂട്യൂബേഴ്സ് ആയിരിക്കും. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനിങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യം ഞാനിപ്പോൾ ഷെയർ ചെയ്യണം. എനിക്ക് മറ്റുള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല. സോ അപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണത്. അതിന് ഒന്നും വേണ്ട, ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഞാൻ പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, സ്നേഹം മാത്രം. ഓക്കെ ഗൈസ്, അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കർ ആൻഡ് ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതായിരിക്കും കീപ് ക്രിയേറ്റിംഗ് ആൻഡ് കീപ് റോളിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ്. ലോട്ട്സ് ഓഫ് ലവ്. പോയിട്ട് വരാം, ബൈ.